പിണറായി വിജയന്റെയും കെ.സി. വേണുഗോപാലിന്റെയും പ്രസ്താവനകൾ കേട്ടാൽ തോന്നുക ആരാണ് ഏറ്റവും മുന്തിയ ചതിയൻ എന്നറിയാനുള്ള മത്സരമാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നതെന്നാണ്. അത് തുടങ്ങി വെച്ചത് പിണറായി വിജയൻ തന്നെയാണ്. അവരുടെ സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം. അതിന് അദ്ദേഹം വളരെ പിന്നോട്ട് പോയി. 1921 മലബാർ കലാപം നടന്ന കാലം, അതിലൊരു പ്രധാന നേതാവായിരുന്ന വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ചതിയൻ പ്രയോഗത്തിന് തുടക്കം കുറിച്ചത്. ഈ കലാപത്തിന്റെ ഒരു കേന്ദ്രസ്ഥാനം മഞ്ചേരിയായിരുന്നു. എന്നാൽ നിലമ്പൂരിനും അതിലൊരു പങ്കുണ്ട്. എങ്കിൽ മാത്രമല്ലേ നിലമ്പൂരിനെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. പിണറായി വിജയൻ പറയുന്നത് വാര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ചതിയിലൂടെയാണ് ബ്രിട്ടീഷുകാർ പിടിച്ചതെന്നാണ്. എന്നിട്ട് അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. അതിന്റെ പിന്നിൽ ഒരു സുഹൃത്ത്, ഒരു ചതിയൻ ഉണ്ടായിരുന്നു. ആ ചതിയന്റെയും കൂടെ മണ്ണാണ് നിലമ്പൂർ എന്ന് പിണറായി വിജയൻ പറയുന്നു. അതുപോലെ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ വേണ്ടി വന്നത് മറ്റൊരു ചതിയന്റെ പ്രവൃത്തി കൊണ്ടാണ്. പേരൊന്നും പറയുന്നില്ല. പിണറായി വിജയൻ പേര് പറയണ്ടല്ലോ, നമുക്ക് കാര്യം മനസ്സിലാകുമല്ലോ. അദ്ദേഹം പറയുന്നത് നമ്മുടെ പി.വി. അൻവറിനെ കുറിച്ചാണ്.